ജാതി സംഘടനകളും മത സംഘടനകളും രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനും നിയന്ത്രിക്കാനും തുടങ്ങിയിട്ട് കാലം മേളയായി. അത് കേരളത്തിലാവുമ്പോൾ ചില സന്ദർഭങ്ങളിൽ അതിശക്തമായി തന്നെ സമുദായ സംഘടനകളും മത സംഘടനകളും രാഷ്ട്രീയത്തെ സ്വാധീനിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാനും പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള ചരിത്രങ്ങൾ നിരവധിയാണ്. ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവർ ധരിക്കുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വർഗീയതയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വർഗീയ നേതാക്കളുടെ, ജാതി സംഘടന നേതാക്കളുടെ, സംഘടിത മത നേതാക്കളുടെ വീടുകളിലും അവരുടെ ഓഫീസുകളിലും കയറിയിറങ്ങുന്ന ഒരു കാഴ്ച എത്രയോ പതിറ്റാണ്ടുകളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആദർശങ്ങളെല്ലാം എങ്ങോട്ടോ പോയി മറയുന്നു. അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഏത് വൃത്തികെട്ട അടവുകളും അടവിന്റെ പേരിൽ ഏതറ്റം വരെ പോകുന്നതിനും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു മടിയുമില്ലാതായിട്ട് കാലമേറെയായി. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് പലപ്പോഴും ചെറിയ ചെറിയ വെടിമരുന്നുകൾ പൊട്ടിക്കാറുള്ള SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഒരു ചെറിയ വെടി പൊട്ടിച്ചിരിക്കുന്നത്. അത് മാധ്യമങ്ങളെ വിവാദമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് അനുകൂലമായും പ്രതികൂലമായും രണ്ട് ഭാഗത്തും നിൽക്കാതെയുമൊക്കെ മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ. വെള്ളാപ്പള്ളി പറഞ്ഞത് ഒരു മതവിഭാഗത്തെ, ആ മതവിഭാഗത്തെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആനുകൂല്യം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അവരുടെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവർക്ക് ചില സർക്കാർ ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞത് വസ്തുതയാണ്. അത് ഒരു സർക്കാർ മാത്രമല്ല, എല്ലാ സർക്കാരുകളും മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ ഇവിടുത്തെ സംഘടിത മതങ്ങൾക്ക് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക്, സംഘടിത ജാതി സംഘടനകൾക്ക് അവർ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് എല്ലാം സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ അത് പ്രത്യക്ഷമായും പരോക്ഷമായും ചെയ്തു കൊടുക്കുന്ന ഒരു ഏർപ്പാട് എത്രയോ പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിൽക്കുന്നു. അതിനെ ചില സാഹചര്യങ്ങളിൽ ചിലർ എതിർക്കുന്നുണ്ടെങ്കിലും ആ എതിർപ്പെല്ലാം തന്നെ എങ്ങോട്ടോ പോയി മറയുന്നതാണ് കാണുന്നത്. ഇവിടെ ജാതി പറയണമെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കസേരയിലേക്ക് ഒന്ന് പിന്തിരിഞ്ഞു നോക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുമാരനാശാനും സി കേശവനും എം കെ കുമാരനും പോലുള്ളവർ ഇരുന്ന കസേര, അവരൊന്നും ഒരിക്കലും ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പറഞ്ഞിട്ടില്ല. അതിനെ ജാതിക്കോ മതത്തിനോ അനുകൂലമായി പറഞ്ഞിട്ടില്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്, അക്കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ അതിന്റെ ഭാഗമായി കേരളവും മതേതര സംസ്ഥാനമാണ്. എന്നാൽ പലപ്പോഴും അത് മറന്നുകൊണ്ടാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാവാം ഒരുപക്ഷെ വെള്ളാപ്പള്ളി അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഇതെല്ലാം സംഭവിക്കുമെന്ന് ഒരുപക്ഷെ മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാവാം ശ്രീനാരായണ ഗുരു SNDP യോഗത്തിന്റെ അധ്യക്ഷ പദവിയും പ്രാഥമിക അംഗത്വം രാജിവെച്ചത്. അത് അവിടെ നിൽക്കട്ടെ. നമ്മുടെ മുന്നിലുള്ള അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്ന വർഗീയതയാണ്.
അല്ലെങ്കിൽ സമുദായ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനും അവരുടെ സ്വാധീനവും അവരുടെ നിയന്ത്രണങ്ങളും രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ മേലെ അടിച്ചേൽപ്പിക്കുന്നതും ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നെടുത്ത് മതസ്ഥാപനങ്ങൾ, സമുദായ സ്ഥാപനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ആനുകൂല്യം നൽകുന്നതിനോടും യോജിക്കാനാവില്ല. ഇവിടെ സർക്കാർ ശമ്പളം കൊടുക്കുമ്പോൾ തന്നെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാരിന് യാതൊരു നിയന്ത്രണവുമില്ല ഇല്ലാത്ത ഒരവസ്ഥയും കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെതിരെയുള്ള ഒരു ബില്ലാണ് പ്രഥമ കേരള നിയമസഭയിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരുന്ന പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്നത്. ആ ബില്ലിൽ പിന്നെ തൊടുവാൻ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. അതിന്റെ ഒരു വളരെ ചെറിയ പതിപ്പാണ് MA ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ കൊണ്ടുവന്നത്. അന്ന് അതിനെതിരെ എന്തെല്ലാം പ്രക്ഷോഭണങ്ങളും പരിപാടികളുമാണ് നടന്നത്. അതും പോയി മറന്നു. അങ്ങനെ നിരന്തരമായി സംഘടിത മതസംഘടനകൾ, സംഘടിതം എന്നുള്ള വാക്ക് അടിവരയിട്ട് ഉപയോഗിക്കുന്നു. സംഘടിതമായ മതങ്ങൾ, സംഘടിതമായ സമുദായങ്ങൾ, സംഘടിതമായ ഉപസമുദായങ്ങൾ, സംഘടിതമായ ഉപമത സംഘടനകൾ ഒക്കെ പലപ്പോഴും സർക്കാരിനെ നിയന്ത്രണ രേഖയ്ക്കകത്ത് നിർത്തിക്കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. ആ വിജയം മുന്നിൽ നിൽക്കുന്നത് കൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഒരു പരിധിവരെ സ്വാധീനിക്കാൻ നടക്കാതെ വരുമ്പോൾ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകുന്നത്. ഇത് മാറ്റിയെടുക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിരിക്കുകയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് 150 വർഷങ്ങൾക്ക് മുമ്പ് മാർക്സ് പറഞ്ഞത് ലോകം മുഴുവൻ നന്നായാലും ഇന്ത്യ നന്നാവില്ലായിരുന്നു. കാരണം ഇവിടുത്തെ സംഘടിത മതങ്ങളും സംഘടിത ജാതി സംഘടനകളും ഉപജാതി സംഘടനകളും അതിൻ്റെ താഴെയുള്ള ഉപജാതി സംഘടനകളുമൊക്കെ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ, മതസംഘടനകൾ ശക്തി പ്രാപിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അരനൂറ്റാണ്ടിന് മുമ്പ് ഇല്ലാതിരുന്ന പലതും ഇപ്പോൾ അതിശക്തമായി തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ത്യയും അതോടൊപ്പം തന്നെ കേരളവും കടന്നു പോകുന്നത്. അതിനെയൊന്നും നിയന്ത്രിക്കാനോ അതൊന്നും കാര്യക്ഷമമായി തടഞ്ഞു നിർത്താനോ സർക്കാരിനെ നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കോ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് ഇനിയും ആവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവാതെ ന്യൂനപക്ഷങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ വായ്പോരി കൊടുക്കുമ്പോൾ മഹാഭൂരിപക്ഷം വരുന്നവരിൽ അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദരിദ്രർ വീണ്ടും ദരിദ്രരായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതുമെല്ലാം മാറ്റിയെടുക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഒരുപോലെ കാണണമെന്നും ഇവിടെ ജാതി സംഘടനകളിൽ മതസംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അവരുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ മുന്നോട്ട് വരാതിരിക്കണമെന്നുമാണ് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.